പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഖത്തറിൽ ഹോസ്പിറ്റലിൽ റൂം എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയാണ്, ഇതിനെയൊക്കെ പറ്റിയിട്ട് പറയാമെന്നായിരുന്നു. അപ്പം ഈ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ഖത്തറിലെ പ്രഗ്നന്റ് ലേഡീസും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. ഖത്തറിൽ വജീനൽ ഡെലിവറിക്ക് ആണെന്നുണ്ടെങ്കിലും സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രീറ്റ്മെന്റിന് അവർ ക്യാഷ് വാങ്ങത്തില്ല. പിന്നെ ക്യാഷ് ആവുന്നത് നമ്മുടെ റൂം റെന്റും നമുക്ക് പുറത്തു വരുന്ന ചെലവുകളുണ്ടല്ലോ, ഇതിനൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് മെഡിസിന് വളരെ തുച്ഛമായിട്ടൊരു എമൗണ്ടേ ആവത്തുള്ളൂ, ഒരു 10 റിയാൽ 20 റിയാൽ ആ ഒരു റേഞ്ചിന്. അതിനുശേഷം പിന്നെ പേഷ്യന്റിന്റെ ഫുഡ് 3 ടൈംസും അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫ്രീ ആയിട്ടാണ്. നമ്മുടെ കൺസേൺ അനുസരിച്ചായിട്ട് അവർ ഓർഡർ എടുക്കാൻ വരുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും ഇന്നതൊക്കെ വേണോ, ഏത് വേണം, നോൺ ആണോ വെജ് ആണോ എന്നൊക്കെ. അപ്പം അത് നമ്മളുടെ ഇഷ്ടത്തിനാണ്. പിന്നെ ബൈസ്റ്റാൻഡറിന് അവർ ഫുഡ് കൊടുക്കത്തില്ല. ഇനി ബൈസ്റ്റാൻഡറിന് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ക്യാഷ് പേ ചെയ്ത് വാങ്ങാം. എൻ്റെ കൂടെ ഇക്കാട് ഉമ്മ ആയിരുന്നു കേട്ടോ ഉള്ളായിരുന്നു ഡെലിവറി ടൈമിൽ. അപ്പം ഉമ്മാക്ക് നമ്മൾ പുറത്തുനിന്നായിരുന്നു കേട്ടോ ഫുഡ് വരുത്തിച്ചത്. റൂമിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇത് 2 ടൈപ്സ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഒന്ന് സിംഗിൾ റൂമും പിന്നെ ഇത് കർട്ടൻ ഇട്ട് 2 പാർട്ടീഷൻ ആക്കുന്ന റൂമും. നമ്മൾ ആദ്യം സെലക്ട് ആക്കിയത് സിംഗിൾ റൂം ആയിരുന്നു. ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് അതാ കംഫർട്ടബിൾ എന്ന് തോന്നി. പിന്നെ ഡെലിവറിക്ക് ശേഷം നമുക്ക് കിട്ടിയത് പാർട്ടീഷൻ റൂം ആയിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഈ റൂം കിട്ടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അഡ്മിഷൻ ഡേറ്റ് തന്നത് 15-ാം തീയതി ആയിരുന്നു. അപ്പൊ അന്ന് റൂം അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് 16-ാം തീയതി മോർണിംഗ് ഒരു 7 AM ആയപ്പോൾ നമ്മൾ അവർ വിളിച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മൾ അഡ്മിഷന് ചെന്നത്. പിന്നെ 17-ാം തീയതി ഡെലിവറി, അതിനുശേഷം 19-ാം തീയതി ആയിരുന്നു നമുക്ക് ഡിസ്ചാർജ്. അപ്പം ഇത്രയും ദിവസത്തെ ഒരു റൂം റെന്റും എല്ലാം കൂടെയും കൂട്ടിയിട്ടാണ് ഞാനൊരു 350 എന്ന് വെച്ചാൽ പുറം ചെലവുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ 350 എമൗണ്ട് പറഞ്ഞത്. ഇനി പെയിൻ വന്ന് പെട്ടെന്നുള്ള ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് നമ്മളെ എമർജൻസിയിൽ അഡ്മിറ്റ് ആക്കും. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞ ഒരു ദിവസം അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഡിസ്ചാർജ് ആക്കും. നമുക്ക് അധിക ദിവസം കിടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ച് ഡെലിവറി നടത്തിയതുകൊണ്ടാണ് ഈ 4 ദിവസത്തെ ഒരു കണക്ക് വന്നത്. പിന്നീട് ബേബിക്കുള്ള ഡൈപ്പർ, നമുക്കുള്ള സാനിറ്ററി പാഡ്സ്, ഡിസ്പോസിബിൾ പാൻറ്റീസ് ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് എത്ര വേണമെങ്കിലും യൂസ് ആക്കാം. നമ്മുടെ എല്ലാ കാര്യവും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മിഡ് വൈഫ് നമ്മുടെ കൂടെ തന്നെ കാണും. ഇത് നമ്മളുടെ കൂടെ ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു മിഡ് വൈഫോ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ കാര്യം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയായിരുന്നു കേട്ടോ എൻ്റെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണേ.